ഹലോ എവരി വൺ, എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ എൻ്റെ ഒരു വർക്കുള്ള ഡേ ഇൻ മൈ ലൈഫായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ രാവിലെ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 6:30 ആകുന്ന സമയത്താണ് ഇറങ്ങുന്നത്. സത്യത്തിൽ ആ സമയത്ത് നേരൊന്നും നല്ലപോലെ വെളുത്തിട്ടുണ്ടാവില്ല. എന്നെ എൻ്റെ ബ്രദറാണ് ബസ് സ്റ്റോപ്പിലേക്ക് ആക്കി തരാറുള്ളത്. 6:35 ബസ്സിൻ്റെ ടൈമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 6:31 ഇറങ്ങാറുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കും ബസ് സ്റ്റോപ്പ് അത്ര അടുത്തുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെയല്ല, എൻ്റെ പണിയെല്ലാം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എപ്പോഴും ആ ടൈം ആവാറാണ്. ചില ദിവസങ്ങളിൽ ബസ് കിട്ടാറുമില്ല, ബസ് മിസ്സായി പോവാറുണ്ട്. ചില ദിവസത്തിലാണെങ്കിൽ ബസ് ഞാനും കറക്റ്റ് ടൈമിനായിരിക്കും അവിടെ എത്തുന്നത്. 7 മണിക്കാണ് എൻ്റെ ഡ്യൂട്ടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെങ്കിൽ ഞാനൊരു 6:50 ആകുന്ന സമയത്ത് അവിടെ എത്താറുണ്ട്. ഇന്നാണെങ്കിൽ എനിക്ക് തീരെ വയ്യാത്തൊരു ദിവസമായിരുന്നു. ഭയങ്കര തലവേദനയും ഭയങ്കര ക്ഷീണമായിരുന്നു രാവിലെ തന്നെ. അതുകൊണ്ട് ലാബിലേക്ക് പോകുന്ന വൈകിയെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഇന്ന് ഒരുപാട് പേഷ്യൻസ് ഒന്നും വരില്ലേ, എനിക്ക് ഒട്ടും വയ്യ, നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെ. 7 മണിക്ക് ഞാൻ എത്തിയാൽ ചില സമയത്ത് ആ സമയത്ത് അവിടെ ആളുകൾ ഉണ്ടാവും, പേഷ്യൻസൊക്കെ വന്നിട്ടുണ്ടാവും. പിന്നെ ഒരു 10-10:30 ആയ സമയത്ത് ഞാൻ ബേക്കറി പോയിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ എന്തെങ്കിലും സ്നാക്ക് വാങ്ങിക്കേണ്ടിയിട്ട്. ഒരു 6 മാസമായിട്ടുള്ള എൻ്റെ സ്ഥിരമായിട്ടുള്ള പരിപാടിയാണിത്, 10 മണിക്ക് സ്നാക്ക് വാങ്ങി കഴിക്കുക എന്നുള്ളത്. ഇപ്പം ഒരാഴ്ചയായിട്ട് ഞാനിങ്ങനെ കുറച്ച് വന്നിട്ടുണ്ട്, കാരണം മുഖത്ത് നല്ല രീതിയിൽ പിമ്പിൾസൊക്കെ വന്നിട്ടുണ്ട്. ലാബിലെ വിശേഷങ്ങളൊന്നും ഞാൻ അധികം ഇതിൽ ഷൂട്ട് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ലാബിൽ അത്ര രസകരമായ കാഴ്ചകളൊന്നും ഇല്ല ഷൂട്ട് ചെയ്യാൻ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്കിങ്ങനൊരു ചാനലുള്ള കാര്യം ഇതുവരെ അവിടെ ആർക്കും അറിയില്ല. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് കാണുമ്പോൾ അവർ ചോദിക്കുമല്ലോ. സോ ആ ഒരു ക്വസ്റ്റ്യൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങനെ ഒരുപാടൊന്നും അവിടെ നിന്ന് ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന എന്തായാലും കേട്ടിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേഷ്യൻസ് ഒന്നും വന്നിട്ടില്ല, അതുകൊണ്ട് നല്ല സമാധാനമുണ്ട്. ഒരു 12 മണിയാവുന്ന സമയത്ത് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങും. പിന്നെ 1 മണിയൊക്കെ ആവുന്ന സമയത്താണ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലെത്തുന്നത്. ഇന്ന് നല്ല ക്ഷീണമുള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന് ഫ്രഷായിട്ട് ഞാൻ വേഗം കയറി കിടന്നു. ക്ഷീണം കാരണമാണെന്ന് തോന്നുന്നു, ഞാൻ ഉറങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തലവേദനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീച്ച ശേഷമാണ് ഞാനൊന്ന് ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിക്കുന്നത്. സാധാരണഗതിയിൽ വന്നപാട് വേഗം ഫുഡാണ് കഴിക്കാറ്, കാരണം നല്ല വിശന്നിട്ടാണ് വരാറുള്ളത്. ഇന്ന് പക്ഷേ ക്ഷീണമായതുകൊണ്ട് വേഗം കയറി കിടക്കുക ചെയ്തത്. ഇന്ന് ലഞ്ചിന് കഴിക്കാനുണ്ടായിരുന്നത് എൻ്റെ ഉമ്മാൻ്റെ സ്പെഷ്യലായിട്ടുള്ള വെജിറ്റബിൾ റൈസ് ആയിരുന്നു. വെജിറ്റബിൾ റൈസ് എന്നുള്ളത് ഞാനിട്ട പേരാണ്, അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ പേരൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ചെമ്മീൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ലഞ്ച് കഴിച്ച് കഴിഞ്ഞിട്ടും എനിക്ക് ക്ഷീണം മാറുന്നില്ല. അങ്ങനെ ഞാൻ പോയി വീണ്ടും കുറച്ച് കിടന്നു. പിന്നെ ഞാൻ ഉറങ്ങിയില്ല, കുറച്ച് നേരം വെറുതെ കിടന്നു ഇങ്ങനെ. പിന്നീട് ഒരു 3 മണി സമയമായപ്പോൾ ഞാൻ എണീച്ചു. അപ്പം ഈവനിങ് നല്ലൊരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്ക് ഉണ്ടാക്കിയിട്ട് അത് കൂട്ടിയിട്ട് ചായ കുടിക്കാമെന്ന്. പണ്ടൊക്കെ ഈവനിങ് ആകുന്ന സമയത്ത് ഞാൻ തന്നെയായിരുന്നു വീട്ടിൽ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും സ്നാക്കൊക്കെ ഉണ്ടാക്കിയിരുന്നത്. ഞാൻ കുറച്ച് ചെറുതായിരുന്ന സമയത്തായിരുന്നു എനിക്കിങ്ങനെ വീട്ടിൽ പണിയെല്ലാം എടുക്കാൻ ഭയങ്കര ആവേശം ഉണ്ടായിരുന്നത്. സാധാരണ നമ്മൾ വളരും തോറും നമുക്ക് അതിനോടുള്ള ആവേശമെല്ലാം കൂടി വരേണ്ടതാണ്. പക്ഷെങ്കിൽ എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചായിരുന്നു. ഞാൻ വളരും തോറും എനിക്ക് ഈ പണിയെടുക്കാനുള്ള ആവേശമെല്ലാം കുറഞ്ഞാണ് വരുന്നത്. അതുകൊണ്ട് ഇപ്പം എന്നെ അറിയുന്നവർക്ക് കുറച്ചായിട്ട് എന്നോട് പറയുന്നൊരു കാര്യമാണ്, നീ ഭയങ്കര മടിച്ചിയായിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ആദ്യമൊക്കെ നീ വളരെ നല്ലൊരു മോളായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയും. ഞാനിങ്ങനെ കുറേ നാളുകളായിട്ട് പ്ലാൻ ചെയ്യുന്നതുമാണ്, ഒന്ന് ശരിയാക്കണം, ലൈഫ് റൊട്ടീനൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം, കുറച്ചും കൂടി ഒന്ന് എനർജറ്റിക് ആയിട്ട് എല്ലാ കാര്യങ്ങളും മടിയൊന്നും കൂടാതെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. പക്ഷെങ്കിൽ എന്നുള്ളിൽ ഈ മടി ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ അതിനിട്ട ഫുൾ സ്റ്റോപ്പ് എന്താണെന്ന് വെച്ചാൽ, ഈ ട്രെയിനിങ് പീരീഡ് കഴിഞ്ഞിട്ട് നന്നാവാന്നുള്ളതാണ്. ട്രെയിനിങ് എന്തായാലും ഈ മാസം 13-നോട് കഴിയാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ലൈഫ് കംപ്ലീറ്റ് ഒന്ന് ഓർഡറായിട്ട് വെക്കാൻ വേണ്ടിയിരിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. എൻ്റെ തള്ളൽ കേട്ടിട്ട് പൂച്ചൻ്റെ ഉറക്ക് വരെ പോയി എന്നാണ് തോന്നുന്നത്. ഇതാണ് എൻ്റെ വീട്ടിലെ പൂച്ച സാർ. അങ്ങനെ ഈവനിങ് ആയ സമയത്ത് ഞാൻ വെറുതെ വീട്ടിൻ്റെ പുറത്തേക്കൊന്ന് ഇറങ്ങി വെറുതെ ഇങ്ങനെ അതിലേക്ക് നടക്കാമെന്ന് വിചാരിച്ചു. പണ്ടൊക്കെ ഈവനിങ് സമയത്ത് എനിക്ക് വീട്ടിൽ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ കൊറോണ വന്ന സമയത്ത് എനിക്ക് ഈ ചെടി പ്രാന്തായിരുന്നു. എവിടെ നിന്നൊക്കെ ഞാൻ ചെടിയെല്ലാം വാങ്ങിക്കൊണ്ടൊന്ന് ഇങ്ങനെ നട്ട് വളർത്തുമായിരുന്നു വീട്ടിൽ. കൊറോണ കഴിഞ്ഞതോടെ പിന്നെ എനിക്ക് അതിനോടുള്ള ഇൻട്രസ്റ്റും അങ്ങ് ഇല്ലാണ്ടായി. ഇപ്പം പിന്നെ വീട്ടിൽ അങ്ങനെ ചെടികളൊന്നും ഇല്ല, എന്തോ 1-2 അറ്റേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു എൻ്റെ ഈവനിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ. ഇന്ന് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെയാണ് എൻ്റെ സമയമെല്ലാം പോയത്.